അസ്സലാമു അലൈക്കും അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ബിസ്മില്ലാഹിൽ അളീമിൽ ഖുദ്റതി വശ്ശാൻ ശദീദിൽ ബത്ശി വൽ ബുർഹാൻ ഹാഫിദുദ്ദീൻ വൽ ഖുർആൻ ബിസ്മില്ലാഹി മാഷാ അല്ലാഹു ഖാൻ. സ്നേഹനിധികളായ മുത്തുമുഅ്മിനീങ്ങളെ, ഇൻഷാ അല്ലാഹ് ഈ ഒരുമിച്ച് കൂടിയതുപോലെ നാളെ അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നാം ഏവരെയും ഒരുമിച്ച് കൂട്ടി അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അവൻ്റെ ഇഷ്ടദാസന്മാരിൽ ഉൾപ്പെടുത്തി അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്നും അറിഞ്ഞും അറിയാതെയും രഹസ്യമായും പരസ്യമായും വന്നുപോയ എല്ലാ പാപങ്ങളും അല്ലാഹു പുറത്ത് മാപ്പാക്കി നൽകുമാറാകട്ടെ. ധാരാളം ആളുകൾ ഈ സയ്യിദിയം മജ്ലിസിലേക്ക് ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത ആളുകളുണ്ട്. ഫോൺ വിളിച്ചായിട്ടും വാട്സപ്പിലായിട്ടും കമന്റ് ബോക്സിലായിട്ടും നിരന്തരം ദുആ വസിയത്തുകൾ ചെയ്ത ആളുകളുണ്ട്. അർഹമുർ റഹീമീനായ അല്ലാഹ് അവരെ ചെറുതും വലുതുമായ എല്ലാ മുറാദുകളും അല്ലാഹ് നീ ഹാസിലാക്കണേ. അല്ലാഹ് നീ ഹാസിലാക്കണേ തമ്പുരാനേ. ഇൻഷാ അല്ലാഹ് ധാരാളം ആളുകൾ ഈ മജ്ലിസിനെ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആളുകളുണ്ട്. സ്ഥിരമായി മുടങ്ങാതെ മജ്ലിസ് കാണുന്ന ആളുകളുണ്ട്. മുടങ്ങാതെ അമലുകൾ സ്വീകരിക്കുന്ന ആളുകളുണ്ട്. എൻ്റെ സഹോദരിമാർ, എൻ്റെ സഹോദരന്മാർ, അല്ലാഹുവേ 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 നീ നിലനിർത്തണേ തമ്പുരാനെ. എൻ്റെ സഹോദരി സഹോദരന്മാർ അർഹമുർ റഹീമീനായ അല്ലാഹ് തക്കതായ പ്രതിഫലം നീ കൊടുത്തനുഗ്രഹിക്കണേ. അല്ലാഹ് നീ കൊടുത്തനുഗ്രഹിക്കണേ തമ്പുരാനെ. ഞങ്ങളെ മഹാന്മാരുടെ ഒരു കാവൽ അവരുടെ ജീവിതത്തിൽ ഉടനീളം നീ നൽകണേ. അല്ലാഹ് നീ നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ ഈ മജ്ലിസിൽ ചർച്ച ചെയ്യുന്നത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ഒരു പവർഫുൾ ആയിട്ടുള്ളൊരു ദിക്റാണ്. ഒരു പവർഫുൾ ആയിട്ടുള്ള ദിക്റാണ് ഇൻഷാ അല്ലാഹ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചൊല്ലാറുള്ള ദിക്റാണ്. നമ്മോട് ചൊല്ലാൻ കൽപ്പിച്ചതായ ദിക്റാണ് ഇൻഷാ അല്ലാഹ്. ധാരാളം ഹദീസുകളിൽ ആ ദിക്റിന്റെ മഹത്വങ്ങൾ ധാരാളം ഹദീസുകളിൽ വന്നിട്ടുണ്ട്. ആ ദിക്റിന്റെ മഹത്വം അത്രയും പവർഫുൾ ആയിട്ടുള്ള ദിക്റാണ് ഇൻഷാ അല്ലാഹ്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് സ്വർഗത്തിലെ ഒരു നിധിയാണ് ഇൻഷാ അല്ലാഹ് ഈ ദിക്ർ. പോരെ എൻ്റെ മുത്തുമുഅ്മിനീങ്ങളെ, ഇൻഷാ അല്ലാഹ് ഇത് നമ്മൾ പതിവാക്കി കഴിഞ്ഞാൽ എല്ലാ ഐശ്വര്യവും എല്ലാ റഹ്മത്തും എല്ലാ ബർക്കത്തും ദാരിദ്ര്യങ്ങളിൽ നിന്ന് അല്ലാഹു നമ്മളെ കാവലേകും. ദാരിദ്ര്യം ഉണ്ടാവൂല, വിഷമങ്ങൾ ഉണ്ടാവൂല, ടെൻഷൻ ഉണ്ടാവൂല, ഒരു പ്രയാസവും ഇൻഷാ അല്ലാഹ് ഈ ദിക്ർ ആരെങ്കിലും മുറുകെ പിടിച്ചു കഴിഞ്ഞാൽ അവർക്ക് പിന്നെ ടെൻഷൻ ഉണ്ടാവൂല, ദാരിദ്ര്യം ഉണ്ടാവൂല, പ്രയാസങ്ങൾ ഉണ്ടാവൂല എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് നമ്മളെ പഠിപ്പിക്കുകയാണ്. അത്രയും മഹത്വമുള്ള ഈ ദിക്റിനെ ഒരിക്കലും നിങ്ങൾ ഒഴിവാക്കരുത്. ജീവിതത്തിൽ ഇൻഷാ അല്ലാഹ് ഒരു 100 പ്രാവശ്യമെങ്കിലും നമ്മളിത് പതിവാക്കണം. ജീവിതത്തിൽ ഒരു 100 പ്രാവശ്യം, ഒരു മിനിമം എത്രയും നിങ്ങൾക്ക് ചൊല്ലാം. ഒരു 100 പ്രാവശ്യമെങ്കിലും എൻ്റെ സയ്യിദിയം മജ്ലിസ് കാണുന്ന എൻ്റെ ഉമ്മ, എൻ്റെ പെങ്ങളെ നിങ്ങൾ പതിവാക്കണേ. എൻ്റെ സഹോദരി സഹോദരന്മാർ പതിവാക്കണേ. ഇൻഷാ അല്ലാഹ് നിങ്ങൾ അനുഭവിക്കുന്ന നീറുന്ന ടെൻഷന്, നീറുന്ന ഇടങ്ങേറുകൾ, സങ്കട കണ്ണീരുകൾ ഇൻഷാ അല്ലാഹ് ഈ ദിക്ർ കൊണ്ട് പരിഹരിക്കും. ധാരാളം ആളുകൾ ചൊല്ലിയിട്ട് അതിൻ്റെ പ്രതിഫലം കണ്ടതാണ്, അതിൻ്റെ മഹത്വം അവർ അറിഞ്ഞതാണ്. ഇൻഷാ അല്ലാഹ് നമ്മളും ജീവിതത്തിൽ പതിവാക്കണേ. മറന്നു പോകല്ലേ എൻ്റെ ഉമ്മ, എൻ്റെ സഹോദരി, എൻ്റെ സഹോദരന്മാരെ, നിങ്ങൾ ഒഴിച്ചുവിടല്ലേ. ജീവിതത്തിൽ പതിവാക്കണേ. ഏതാണ് ദിക്ർ?
ഏതാണ് ആ ദിക്ർ? ഇൻഷാ അല്ലാഹ് ആ ദിക്ർ പറയുന്നതിന് മുമ്പ് അതിൻ്റെ മഹത്വങ്ങൾ ധാരാളം ഹദീസുകളിൽ വന്നതാണ്. ഹദീസിൻ്റെ അടിസ്ഥാനത്തിൽ അതിൻ്റെ തെളിവനുസരിച്ചാണ് ഇൻഷാ അല്ലാഹ് നമ്മളിവിടെ പറയുന്നത്, നമ്മൾ ചർച്ച ചെയ്യുന്നത്. അല്ലാഹുവേ, ചൊല്ലാൻ നീ ഭാഗ്യം നൽകണേ അല്ലാ, നീ നൽകണേ തമ്പുരാനെ, ജീവിതത്തിൽ പതിവാക്കാൻ, ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ അല്ലാഹ് ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണേ അല്ലാ, നീ നൽകണേ അല്ലാ. ഈ സയ്യിദിയം മജ്ലിസിൽ നിന്നിതാ ഞങ്ങളിത് സ്വീകരിച്ചു അല്ലാ, നീ സ്വീകരിക്കണേ അല്ലാ, നീ കബൂലാക്കണേ അല്ലാ. അർഹം റഹീമീനായ അല്ലാ, ഞങ്ങളെല്ലാ സകലമാന മുറാദുകളും അല്ലാ, ടെൻഷനുകളും വെല്ലായ്മകളും പോരായ്മകളും നീ പരിഹരിക്കണേ അല്ലാ, നീ പരിഹരിക്കണേ അല്ലാ. ദാരിദ്ര്യം ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാ, നീ നൽകല്ലേ അല്ലാ. കടക്കാരനായി ഷഹീദിന് പോലും പൊറുക്കാത്ത കടന്നെന്ന് ഞങ്ങളെ മൗത്താക്കല്ലേ അല്ലാ, നീ മൗത്താക്കല്ലേ തമ്പുരാനെ. ഇൻഷാ അല്ലാഹ് എന്താണ് മഹത്വം, എന്താണ് ദിക്റിന്റെ മഹത്വം? മൻകാല, ഒരാൾ പറഞ്ഞു ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്, ഏതാണ് ദിക്ർ? ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഒരാൾ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന ദിക്ർ ഒരാൾ പറഞ്ഞാൽ കാന ദവാഉം മിൻ 99 ദാ, 99 രോഗങ്ങൾക്ക് അതിൽ മരുന്നുണ്ട്, ശിഫയുണ്ടെന്ന് ഇതുവരെ കളവ് പറയാത്ത ആരംഭപ്പൂവായ അഷ്റഫുൽ ഹൽഖ് ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മൾ അവിടുന്ന് പഠിപ്പിക്കുകയാണ്. മൻകാല, ആരെങ്കിലും പറഞ്ഞു ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന ദിക്ർ ആരെങ്കിലും ചൊല്ലിയാൽ കാന ദവാഉം മിൻ 99 ദാ, 99 രോഗങ്ങൾക്ക്, വലിയ വലിയ ക്യാൻസർ രോഗങ്ങൾക്ക്, വലിയ വലിയ ട്യൂമർ രോഗങ്ങൾക്ക്, അറ്റാക്ക് പോലുള്ള രോഗങ്ങൾക്ക് വലിയ ശിഫയാണ്, ശിഫയാണ്. അതാണ് ആരംഭപ്പൂവായ അഷ്റഫുൽ ഹൽഖ് ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മൾ അവിടുന്ന് പഠിപ്പിക്കുന്നത്. 99 രോഗങ്ങൾക്ക് വലിയ ശിഫയാണ്, വലിയ ശിഫയാണ്, രോഗങ്ങൾക്ക് വലിയ ശിഫയാണ്. ഇൻഷാ അല്ലാഹ് വലിയ മരുന്നാണ്, മരുന്നാണ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന ദിക്ർ. ഐസറുഹാ അൽ ഹമ്മ, അതിലേറ്റവും താഴെ തട്ടിലുള്ളത് വിഷമമാണ്, വിഷമമാണ്. വിഷമം എന്നുള്ളൊരു മനപ്രയാസമാണ് അതിലേറ്റവും താഴെ തട്ടിലുള്ള ഒരു രോഗം. നമ്മൾ അനുഭവിക്കുന്ന മാനസികമായ രോഗമാണ് വിഷമം. ഒരാൾക്ക് വിഷമം വന്നു കഴിഞ്ഞാൽ, വലിയ പ്രയാസം വന്നു കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ് നമ്മളെ ജീവിതത്തിൽ ഉടനീളം. അതുകൊണ്ട് ബുദ്ധിമുട്ടാണ്. ഒരാൾക്ക് വിഷമം വന്നു കഴിഞ്ഞാൽ വലിയ പ്രയാസമാണ്. അതിൽ 99 രോഗങ്ങൾക്ക് മരുന്നാണെന്ന് പറഞ്ഞതിൽ ഏറ്റവും താഴെ തട്ടിലുള്ളത് ഹമ്മാണ്, വിഷമമാണ്. ആ വിഷമത്തിനും ഇത് മരുന്നാണ്. അപ്പൊ അതിനേക്കാളും പ്രയാസമുള്ളത് വരെ ഇൻഷാ അല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന ദിക്ർ കൊണ്ട് മരുന്നാണെന്നാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പഠിപ്പിക്കുന്നത്. നമുക്ക് ചൊല്ലിക്കൂടെ? എന്താണ് പ്രയാസം? എല്ലാവർക്കും അറിയുന്ന ദിക്റാണ്, എല്ലാവരും ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയ ദിക്റാണ്. ചൊല്ലാമല്ലോ ഇൻഷാ അല്ലാഹ്. ഈ മജ്ലിസിൽ നിന്ന് നമുക്ക് പതിവാക്കാം, ഏറ്റു ചൊല്ലാം ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഇൻഷാ അല്ലാഹ് എന്താണ് പ്രയാസം? ഒറ്റ ശ്വാസം കൊണ്ട് പോലും നമുക്ക് ഈ ദിക്ർ ചൊല്ലാം, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഇൻഷാ അല്ലാഹ് നമുക്ക് പതിവാക്കിക്കൂടെ? ഇൻഷാ അല്ലാഹ് തങ്ങളെ ഞങ്ങളിത് ചൊല്ലാം, ഞങ്ങൾ ചൊല്ലുന്നതാണ്, ഞങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നതാണ്. തങ്ങൾ ദുആ ചെയ്യണം. ഇൻഷാ അല്ലാഹ് നമുക്ക് ദുആ ചെയ്യണം, നമുക്ക് കൂട്ടമായി ദുആ ചെയ്യണം. അല്ലാഹ് നീ സ്വീകരിക്കണേ, അല്ലാഹ് നീ കബൂലാക്കണേ, അല്ലാഹ് നീ സ്വീകരിക്കണേ തമ്പുരാനെ. ഇൻഷാ അല്ലാഹ് വേറെ ഹദീസിൽ നമുക്ക് കാണാം, മൻകാല ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്, ആരെങ്കിലും പറഞ്ഞാൽ, ചൊല്ലിയാൽ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന ദിക്ർ ആരെങ്കിലും ചൊല്ലിയാൽ 100 മറം ഫീ കുല്ലി യൗം, എത്ര പ്രാവശ്യം
പ്രാവശ്യം ഒരാള് ഒരു ദിവസം 100 പ്രാവശ്യം ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ എന്ന ദിക്ർ നാവ് കൊണ്ട് ഉരവിട്ടാൽ ചൊല്ലിയാൽ, എൻ്റെ ഉമ്മ, എൻ്റെ പെങ്ങളെ നിങ്ങൾ ചൊല്ലിയാൽ, എൻ്റെ സഹോദരാ നിങ്ങൾ ചൊല്ലിയാൽ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ എന്ന ദിക്ർ നാവ് കൊണ്ട് ഒരു ദിവസം 100 പ്രാവശ്യം ചൊല്ലിയാൽ ലം യസുബഹു ഫഖറൻ അബദാ, എന്താണ് അവന്റെ ജീവിതത്തിൽ പിന്നെ ദാരിദ്ര്യം ഉണ്ടാവില്ല. ഞങ്ങളെല്ലാം ദുആ ചെയ്യണമെന്നാണ്. അല്ലാഹ് ഞങ്ങളെ നീ ദാരിദ്ര്യം നിന്ന് ഞങ്ങളെ പ്രയാസപ്പെടുത്തല്ല അല്ലാഹ്, ഞങ്ങളെ ബുദ്ധിമുട്ടിലാക്കല്ല അല്ലാഹ്. ദാരിദ്ര്യം നിന്നുകൊണ്ട് പണമില്ലാത്തൊരവസ്ഥ, ഞങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയാത്തൊരവസ്ഥ, കടം തന്ന് ഞങ്ങളെ ബുദ്ധിമുട്ടിലാക്കല്ല അല്ലാഹ്, ദാരിദ്ര്യം തന്ന് ഞങ്ങളെ ബുദ്ധിമുട്ടിലാക്കല്ല അല്ലാഹ്. ഞങ്ങളെ സമ്പാദ്യത്തിൽ നീ ബർക്കത്ത് ചൊരിയണേ അല്ലാഹ്. അല്ലാഹ് ഞങ്ങൾക്ക് നീ ദാരിദ്ര്യം നൽകല്ലേ അല്ലാഹ്. അല്ലാഹ് ഞങ്ങളെ കടക്കാരനായി മരിപ്പിക്കല്ലേ അല്ലാഹ്. ലക്ഷക്കണക്കിന് കടമുള്ളവര്, കോടിക്കണക്കിന് കടമുള്ളവര് തങ്ങളെ ഒന്ന് ദുആ ചെയ്യണമെന്ന് പറഞ്ഞ ആളുകളുണ്ട് അല്ലാഹ്. അല്ലാഹ് കടം വീട്ടാനുള്ള മാർഗം നീ എളുപ്പമാക്കണേ അല്ലാഹ്. അല്ലാഹ് ഞങ്ങളെ സമ്പത്തിൽ നീ ബർക്കത്ത് നൽകണേ അല്ലാഹ്, നീ നൽകണേ അല്ലാഹ്. ഞങ്ങളെ ദാരിദ്ര്യം തന്നുകൊണ്ട് പരീക്ഷിക്കല്ലേ അല്ലാഹ്, ഞങ്ങളെ ബുദ്ധിമുട്ടിലാക്കല്ല തമ്പുരാനേ. ഇൻഷാ അല്ലാഹ് ദാരിദ്ര്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവരുത്. അതിന് വേണ്ടി ദിവസവും എത്ര ദിവസം കണക്കില്ല, ദിവസം ഒരു 100 പ്രാവശ്യം ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ എന്ന ദിക്ർ നിങ്ങൾ ചൊല്ലിക്കോ, നിങ്ങൾ പതിവാക്കിക്കോ. ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് കിട്ടാനിരിക്കുന്ന നേട്ടങ്ങളാണ് ഇൻഷാ അല്ലാഹ്. ഹദീസുകളിലൂടെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നത് കഴിഞ്ഞിട്ടില്ല, അതിന്റെ മഹത്വങ്ങൾ കഴിഞ്ഞിട്ടില്ല. വീണ്ടും ഹദീസുകൾ ഇങ്ങനെ വരികയാണ്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ എങ്ങനെയാണ് നമ്മൾ ചൊല്ലേണ്ടത്, ഏത് സമയത്താണ് നമ്മൾ ചൊല്ലേണ്ടത്, ഇൻഷാ അല്ലാഹ് നമുക്ക് ചർച്ച ചെയ്യാം. അതിന് മുമ്പ് നമ്മൾ മജ്ലിസിൽ എപ്പോഴും പറയുന്നത് പോലെ ധാരാളം ആളുകളാണ് മജ്ലിസിലേക്ക് വിളിക്കുന്നത് നിരന്തരം. ഇവിടെ കോൾ അറ്റൻഡ് ചെയ്യുന്ന ആൾക്കറിയാം, ധാരാളം കോളുകളാണ് വരുന്നത്, ധാരാളം കോളുകൾ പല ഭാഗങ്ങളിൽ നിന്ന്. ഞാൻ എപ്പോഴും പറയുന്നത് പോലെ കേരളത്തിൻ്റെ അകത്തുനിന്നും പുറത്തുനിന്നും, കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള കേരളത്തിൻ്റെ അകത്തു നിന്നുള്ള ആളുകൾ, തമിഴ്നാട്, കർണാടക പോലുള്ള സ്റ്റേറ്റുകളിൽ നിന്നും എൻ്റെ പ്രവാസി സുഹൃത്തുക്കൾ, എൻ്റെ ദ്വീപ് നിവാസികൾ, ധാരാളം ഭാഗങ്ങളിൽ നിന്നാണ് നമുക്ക് കോളുകളിൽ നിന്ന് വരും. വലിയ കൺട്രീസുകളിൽ നിന്ന്, മലേഷ്യ പോലുള്ള പല കൺട്രീസുകളിൽ നിന്ന് ഇൻഷാ അല്ലാഹ് നമുക്ക് നിരന്തരം കോളുകൾ വരികയാണ്. അവരൊക്കെ ചോദിക്കുന്നത് എന്നാണ് കൺസൾട്ടിങ് ഉള്ളത്. ധാരാളം അങ്ങനെയുള്ള ആളുകൾ ബുക്ക് ചെയ്യാൻ വേണ്ടി വിളിക്കുന്ന ആളുകൾ ചോദിക്കുന്നത് ഇനി എന്നാണ് കൺസൾട്ടിങ് ഉള്ളത്. ഇനി ഇൻഷാ അല്ലാഹ് നോട്ടമുള്ളത് വരുന്ന ശനിയാഴ്ചയാണ്. ഈ കാണുന്ന നമ്പറിൽ, ഈ കൊടുത്ത നമ്പറിൽ ഇൻഷാ അല്ലാഹ് നിങ്ങൾ ബുക്ക് ചെയ്ത് വഴി ചോദിച്ചറിഞ്ഞ് ഇൻഷാ അല്ലാഹ് അവർ പറയുന്ന സമയത്ത് ഇൻഷാ അല്ലാഹ് നിങ്ങൾ വരിക. വിളിക്കേണ്ട സമയം ശനിയാഴ്ചയും തിങ്കളാഴ്ചയും വരുന്ന ആളുകൾ മാത്രം വിളിക്കുക. കൺസൾട്ടിങ്ങിന് വരുന്ന ആളുകൾ വഴി ചോദിച്ച് വിളിക്കേണ്ട ആവശ്യത്തിന് വിളിക്കുക. എല്ലാത്ത ദിവസങ്ങളിൽ രാവിലെ 10 മണി മുതൽ രാത്രി 10 മണി വരെയുള്ള സമയങ്ങളിലാണ് വിളിക്കേണ്ടത്. ചില സമയത്ത് പല പ്രോഗ്രാമിലോ പല പരിപാടികളിലാകുന്ന സമയത്ത് ഓൾ അറ്റൻഡ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാവും. ആ സമയം നിങ്ങൾ കിട്ടിയിട്ടില്ലെങ്കിൽ വേറെ സമയത്ത് നിങ്ങൾ ഇൻഷാ അല്ലാഹ് ട്രൈ ചെയ്യാൻ എടുക്കും. ധാരാളം ആളുകളാണ് ശനിയാഴ്ചയും തിങ്കളാഴ്ചയും പല പ്രയാസങ്ങൾ പറഞ്ഞുകൊണ്ട്, വേവലാതികൾ പറഞ്ഞുകൊണ്ട്, ബുദ്ധിമുട്ടുകൾ പറഞ്ഞുകൊണ്ട്, ഇടങ്ങേറുകൾ പറഞ്ഞുകൊണ്ട് ഈ ഇമ്മരപ്പടിയിലേക്ക് സങ്കട കണ്ണീരായി വരുന്ന ആളുകൾ. ആദ്യം വരുന്ന സമയത്ത് കരഞ്ഞുകൊണ്ടാണ് വരുന്നത്. പല ഭാഗങ്ങളിൽ പോയി, പല ഭാഗങ്ങളിൽ പോയി, ഒരു കാര്യവും റെഡിയായില്ല, ഞങ്ങളെ കാര്യങ്ങൾ റെഡിയായില്ല എന്ന് പറഞ്ഞിട്ടാണ് വരുന്നത്.
അവർ കാര്യങ്ങൾ ചെയ്ത് പിന്നെ അവർ വിളിക്കുന്നത് അൽഹംദുലില്ലാ അൽഹംദുലില്ലാ. തങ്ങളെ നിങ്ങൾ 21 ദിവസം ചെയ്യാൻ പറഞ്ഞു, 10 ദിവസം കൊണ്ട് അൽഹംദുലില്ലാ വലിയ 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 അത്ഭുതമെന്നോണം കാര്യം റെഡിയായി തങ്ങളെ, കാര്യം റെഡിയായി. അങ്ങനെ വിളിക്കുന്ന ധാരാളം ആളുകൾ പല ഭാഗങ്ങളിൽ പോയി. ഒരു സമയത്ത് ഒരു സഹോദരി വന്നുകൊണ്ട് പറഞ്ഞതാണ്, എൻ്റെ വീടും ഭൂമി എനിക്ക് വിൽക്കണം. പല ഭാഗങ്ങളിൽ പോയിട്ടുണ്ട്, പല ഉസ്താദുമാരും തങ്ങന്മാരും ഞാൻ കണ്ടിട്ടുണ്ട്, എല്ലതും ഞാൻ ചെയ്തിട്ടുണ്ട്, ഇനി ചെയ്യാത്തതൊന്നുമില്ല. തങ്ങൾ എനിക്ക് അതിൻ്റെ മാർഗം ഒന്ന് കാണിച്ചു തരണം, അത് വിറ്റ് കിട്ടാൻ. ഞാൻ അവർക്ക് ചെയ്തു കൊടുക്കുകയും അൽഹംദുലില്ലാ, എൻ്റെ മഹത്വമല്ല ഞാൻ പറയുന്നത്, ഈ മജ്ലിസിന്റെ ഒരു കറാമത്താണ് ഞാൻ പറയുന്നത്. ഉപ്പാപ്പ അഷ്റഫുൽ ഖൽഖ് ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നോട്ടമുള്ള മജ്ലിസാണ്, അവിടുത്തെ പൊരുത്തമുള്ള മജ്ലിസാണ് ഈ മജ്ലിസ്. അവിടുത്തെ പേരക്കിടാവായ ഇന്തോനേഷ്യയിൽ അച്ചീന സുമാത്ര ദ്വീപിൽ നിന്നും കടലിൽ മുസല്ല വിരിച്ചുകൊണ്ട് കടലുണ്ടി തീരത്തണഞ്ഞ മഹാനായ ഖുതുബ് ഹസൻ ജമലുൽ പാപ്പയുടെ നോട്ടവും കാവലുമുള്ള മജ്ലിസാണ്. അതുകൊണ്ട് ഒരിക്കലും ഇൻഷാ അല്ലാഹ് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ, നിങ്ങൾ ചെയ്യുന്ന രീതിയിൽ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അതൊരിക്കലും ഫലിക്കാതിരിക്കില്ല. അവിടുത്തെ ഒരു കറാമത്താണ് ഞാൻ പറയുന്നത്. അവർ വിളിച്ചിട്ട് പറഞ്ഞത്, തങ്ങളെ അൽഹംദുലില്ലാ, അത് വിൽക്കാനുള്ള മാർഗം എളുപ്പമായി. അത്ഭുതം. അങ്ങനെ ധാരാളം ആളുകൾ കല്യാണം സമ്മതിക്കുന്നില്ല തങ്ങളെ, കല്യാണത്തിന് മകള് സമ്മതിക്കുന്നില്ല, അവൾക്ക് വേറെന്തോ ബന്ധമുണ്ട്, അവൾ ഈ കല്യാണം സമ്മതിക്കുന്നില്ല, ഞാൻ എന്താണ് ചെയ്യേണ്ടത്? പൊട്ടിക്കരഞ്ഞ് സമീപിച്ച സമയത്ത് നമ്മൾ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുകയും അൽഹംദുലില്ലാഹ് 21 ദിവസമാണ് ഞാൻ ചെയ്യാൻ കൊടുത്തത്. 10 ദിവസം കൊണ്ട് അവൾ സമ്മതിച്ചു. തങ്ങളെ ഞങ്ങളെല്ലാം കൊണ്ടും റെഡിയാണ്, തങ്ങളൊരു ദിവസം പറഞ്ഞു തരണം, അതിന് നല്ലൊരു ദിവസം നിശ്ചയിക്കാൻ നല്ലൊരു ദിവസം തങ്ങൾ പറഞ്ഞു തരണം. ഇന്നാണ് അവർ വിളിച്ചത്. ഞാൻ ഈ വീഡിയോ എടുക്കുന്നതിൻ്റെ കുറച്ച് 2-3 മണിക്കൂർ മുമ്പാണ് അവർ വിളിച്ചത്. അൽഹംദുലില്ലാ. ധാരാളം ആളുകൾ അങ്ങനെയുള്ള വിജയത്തിൻ്റെ കഥകൾ ധാരാളമുണ്ട്. ഈ മജ്ലിസ് കൊണ്ട് നേടിയെടുത്ത ധാരാളം ആളുകൾ. അൽഹംദുലില്ലാ. അതൊക്കെ ഉപ്പാപ്പമാരുടെ കറാമത്താണ്, ഉപ്പാപ്പമാരുടെ നോട്ടമുള്ള മജ്ലിസ് ആയതുകൊണ്ടാണ്. അല്ലാഹുവേ, അവിടുത്തെ ദറജനി ഏറ്റി കൊടുക്കണേ അല്ലാഹ്. അവിടുത്തേക്ക് 11 ഫാത്തിഹ നിരന്തരം ഓതുന്ന നമ്മളെ മജ്ലിസ് കാണുന്ന ആളുകളുണ്ട്. അല്ലാഹു നീ സ്വീകരിക്കണേ അല്ലാ, നീ കബൂൽ ചെയ്യണേ അല്ലാ, നീ കബൂലാക്കണേ അല്ലാ, നീ കബൂലാക്കണേ തമ്പുരാനെ. ഇൻഷാ അല്ലാ, എന്താണ് അമലിന്റെ മഹത്വങ്ങൾ ഇൻഷാ അല്ലാ നമുക്ക് പഠിക്കാം. കഴിഞ്ഞില്ല. എന്താണ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന ദിക്ർ ചൊല്ലിയാൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പോകുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്, നമുക്ക് കിട്ടാൻ പോകുന്ന നേട്ടങ്ങൾ എന്തൊക്കെയാണ്, ഇൻഷാ അല്ലാ നമുക്ക് പഠിക്കാം. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് നമ്മൾ പഠിപ്പിക്കുകയാണ്, അക്സറ മിൻ ഖൗലി ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഒരാൾ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന ദിക്ർ അധികരിപ്പിച്ചാൽ എന്താണ് അവർക്ക് കിട്ടുന്നത്? അതെന്താണ് ആ ദിക്ർ? എന്താണ്? ഫഇന്നഹാ മിൻ കൻസിൽ ജന്ന, അത് സ്വർഗ്ഗത്തിലൊരു നിധിയാണെന്ന് ആരംഭപ്പുവായ അഷ്റഫുൽ ഖൽഖ് ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. നിങ്ങൾ ധാരാളം അക്സർ മിൻ ഖൗലി ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന ദിക്ർ നിങ്ങൾ അധികരിപ്പിച്ചോളൂ. അത് എന്താണ്? ഫഇന്നഹാ മിൻ കൻസിൽ ജന്ന, അത് സ്വർഗ്ഗത്തിലെ നിധിയാണെന്ന് ഇതുവരെ കളവ് പറയാത്ത ആരംഭപ്പുവായ അഷ്റഫുൽ ഖൽഖ് ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്, അത് സ്വർഗ്ഗത്തിലെ നിധിയാണ്. ആ ദിക്ർ സ്വർഗ്ഗത്തിലൊരു നിധിയാണ്.
ഇൻഷാ അല്ലാഹ് നമുക്ക് ചൊല്ലിക്കൂടെ, നമുക്ക് ജീവിതത്തിൽ പ്രാവർത്തികമാക്കിക്കൂടെ? ഇൻഷാ അല്ലാഹ് നിങ്ങൾ ചൊല്ലണേ, നിങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കണേ. അല്ലാഹ് ഞങ്ങൾക്ക് ചൊല്ലാനും ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും അല്ലാഹ് ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണേ അല്ലാഹ്, നീ നൽകണേ അല്ലാഹ്. അല്ലാഹ് ഞങ്ങൾ ഈ മജ്ലിസിൽ വെച്ച് ഞങ്ങൾ ഇതാ ചൊല്ലുന്നു അല്ലാഹ്, നീ സ്വീകരിക്കണേ അല്ലാഹ്, നീ കബൂലാക്കണേ അല്ലാഹ്. ഞങ്ങളെ ധാരാളം മുറാദുകൾ ഇതുകൊണ്ട് നീ ഹാസിലാക്കണേ അല്ലാഹ്, നീ ഹാസിലാക്കണേ തമ്പുരാനേ. ഇൻഷാ അല്ലാഹ് വേറൊരു ഹദീസിൽ നമുക്ക് കാണാം, ഫമൻ ഖാല ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്, ഒരാൾ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന ദിക്ർ ചൊല്ലിയാൽ കശഫ അൻഹു 70 ബാബൻ മിനൽ ളുർ, കശഫ അൻഹു 70 ബാബൻ മിനൽ ളുർ, ബുദ്ധിമുട്ടിന്റെ 70ഓളം കവാടങ്ങളിൽ നിന്ന്, ബാബുകളിൽ നിന്ന് അല്ലാഹു അവനെ രക്ഷപ്പെടുത്തും. എന്താണ് ഇതിന്റെ ഒരു പോരിശ? എന്താണ് ഇതിന്റെ ഒരു പോരിശ? നമുക്ക് ചൊല്ലാനുള്ളത് എത്ര മാത്രമേ ഉള്ളൂ? ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ബുദ്ധിമുട്ടിന്റെ 70ഓളം ബാബുകളിൽ നിന്ന് അല്ലാഹു അവനെ രക്ഷപ്പെടുത്തും. നമുക്ക് 70 ബുദ്ധിമുട്ട് നമുക്കുണ്ടോ? നമ്മൾ 70ഓളം ബുദ്ധിമുട്ടൊക്കെ ജീവിതത്തിൽ അനുഭവിച്ചിട്ടുണ്ടോ? ഇല്ല. നമുക്ക് ചിലപ്പോൾ 2-3 ബുദ്ധിമുട്ടുണ്ടാവുള്ളൂ. എന്താണ് ബുദ്ധിമുട്ട്? കടണ്ട്, അത് തീരണം. ചൊല്ലിക്കോ ചൊല്ലിക്കോ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന് ചൊല്ലിക്കോ, എന്ന് ചൊല്ലിക്കോ. കടം വീട്ടാനുള്ള മാർഗ്ഗം അല്ലാഹു എളുപ്പമാക്കി തരും. ബുദ്ധിമുട്ട് എന്താണ്? മകന്റെ കല്യാണം റെഡി ആവുന്നില്ല, അതാണ് എൻ്റെ ബുദ്ധിമുട്ട്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് അധികരിപ്പിച്ചോ, അധികരിപ്പിച്ചോ. ഇൻഷാ അല്ലാഹ് ഒരു 100 പ്രാവശ്യം നീ ചൊല്ലിക്കോ. ആ ബുദ്ധിമുട്ടിൽ നിന്ന് അല്ലാഹു നിന്നെ രക്ഷപ്പെടുത്തി തരും. പിന്നെന്താ ബുദ്ധിമുട്ട്? വീട് പണി പൂർത്തിയാകുന്നില്ല, ചൊല്ലിക്കോ ചൊല്ലിക്കോ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അങ്ങനെയുള്ള ചെറിയ 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 നിസാരമുള്ള ചെറിയ പ്രയാസം നമുക്കുള്ളൂ, നമ്മുടെ ജീവിതത്തിലുള്ളൂ. ഇൻഷാ അല്ലാഹ് ഈ ദിക്റിനെ പതിവാക്കിയാൽ പിന്നെ ഒരു ബുദ്ധിമുട്ടും 70ഓളം ബുദ്ധിമുട്ടുകളുടെ കവാടങ്ങളിൽ നിന്ന് അല്ലാഹുവിനെ രക്ഷപ്പെടുത്തി തരും. ഞാൻ പറഞ്ഞതല്ല, ഇത് ഹദീസിൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസാണ്. നമ്മൾ തള്ളിക്കളയണോ? വേണ്ട. ഇൻഷാ അല്ലാഹ് ചൊല്ലിക്കോ, ജീവിതത്തിൽ പ്രാവർത്തികമാക്കിക്കോ. ചൊല്ലാൻ അല്ലാഹ് ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണേ അല്ലാഹ്, നീ ഭാഗ്യം നൽകണേ അല്ലാഹ്, നീ ഭാഗ്യം നൽകണേ തമ്പുരാനേ. ഇൻഷാ അല്ലാഹ് അതിലേറ്റവും താഴെ തട്ടിലുള്ള ഒരു ബുദ്ധിമുട്ട് ഫഖറാണ്. എന്താണ്? ദാരിദ്ര്യമാണെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. അതിലേറ്റവും താഴെയുള്ളത് ദാരിദ്ര്യമാണ്. അപ്പം അതിനേക്കാൾ വലിയ ബുദ്ധിമുട്ടുകൾ അല്ലാഹു മാറ്റിത്തരും. ഏറ്റവും താഴത്തുള്ളത് ദാരിദ്ര്യമാണ്, അതുപോലും അല്ലാഹു മാറ്റിത്തരുമെന്നാണ്. അപ്പം നമുക്ക് വലിയ വലിയ പ്രയാസങ്ങളിൽ നിന്ന് കാവലാണ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഇൻഷാ അല്ലാഹ്, ഇൻഷാ അല്ലാഹ് എൻ്റെ കൂടെ നിങ്ങൾ ഏറ്റുചൊല്ല്. നമുക്ക് ചൊല്ലാം ഇത്രയും മഹത്വമുള്ള ഈ ദിക്ർ ഇൻഷാ അല്ലാഹ് നമുക്ക് മജ്ലിസിലൂടെ നമുക്ക് ചൊല്ലാം. അല്ലാഹ് ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണേ അല്ലാഹ്. ഞങ്ങൾ ഇതാ ചൊല്ലാൻ തീരുമാനിച്ചു അല്ലാഹ്. ഒരു 11 പ്രാവശ്യം നമുക്ക് ഈ മജ്ലിസിൽ നമുക്ക് തുടക്കം കുറിക്കാം. ഇനി ഇൻഷാ അല്ലാഹ് ഓരോ ദിവസവും നിങ്ങളൊരു 100 പ്രാവശ്യം ചൊല്ലണേ. നിങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കണേ. മറന്നു പോകല്ലേ എൻ്റെ ഉമ്മ, എൻ്റെ പെങ്ങളെ, എൻ്റെ സഹോദരി സഹോദരന്മാരെ, നിങ്ങൾ മറന്നു പോകല്ലേ, നിങ്ങൾ മറന്നു പോകല്ലേ. ഈ മജ്ലിസിൽ നിന്നാ ഇൻഷാ അല്ലാഹ് ഒരു 11 പ്രാവശ്യം എൻ്റെ കൂടെ നിങ്ങൾ ചൊല്ലണേ. ഈ സ്ക്രീനിൽ കാണുന്നത് പോലെ നിങ്ങൾ ചൊല്ലണേ. ഇൻഷാ അല്ലാഹ് നമുക്ക് ചൊല്ലാം. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്, 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 ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്.
ഇൻഷാ അല്ലാഹ് എല്ലാവരും അല്ലാഹ് നീ സ്വീകരിക്കണേ അല്ലാഹ്, നീ കബൂലാക്കണേ അല്ലാഹ്. ഇനി എല്ലാവരും ദിവസത്തിൽ ഒരു 100 പ്രാവശ്യം ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് പറ്റുന്ന സമയത്ത് നിങ്ങൾ ചൊല്ലണേ. മറന്നുപോകല്ലേ. ഇത്രയും വലിയ അനുഗ്രഹമുള്ള, ഇത്രയും വലിയ പവർഫുള്ളായിട്ടുള്ള ദിക്റാണ്. മറന്നുപോകല്ലേ. ഇൻഷാ അല്ലാഹ് നമ്മൾ ഈ സയ്യിദിയം മജ്ലിസിൽ നിന്ന് തുടക്കം കുറിച്ച് ഇൻഷാ അല്ലാഹ് നിങ്ങൾ ജീവിതത്തിൽ ഉടനീളം ചൊല്ലണേ. ഒരു ദിവസം പോലും നിങ്ങൾ ഒഴിവാക്കല്ലേ. ഈ ദിക്റിന് ഇത്രയും പവർഫുള്ളായിട്ടുള്ള ദിക്റാണ്. ധാരാളം ആളുകൾ നമ്മളെ മജ്ലിസിലേക്ക് ദുആ വസിയത്തുകൾ ചെയ്ത ആളുകളുണ്ട്. പല കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട്, പല മുറാദുകൾ പറഞ്ഞുകൊണ്ട് ദുആ വസിയത്തുകൾ ചെയ്ത ആളുകളുണ്ട്. ഹദിയകൾ തന്നുകൊണ്ട് ദുആ വസിയത്തുകൾ ചെയ്ത ആളുകളുണ്ട്. പല കാര്യങ്ങൾ ഈ മജ്ലിസിനെ ഹൃദയത്തോട് ചേർത്ത് വെക്കുന്ന ആളുകൾ, ശാരീരികമായിട്ടും മാനസികമായിട്ടും സാമ്പത്തികമായിട്ടും മജ്ലിസിനെ സ്നേഹിക്കുന്ന ആളുകൾ, സ്ഥിരമായി മുടങ്ങാതെ മജ്ലിസ് കാണുന്ന ആളുകൾ, സ്ഥിരമായി കമന്റ് ബോക്സുകൾ രേഖപ്പെടുത്തുന്ന ആളുകൾ, ധാരാളം മുറാദുകൾ പറഞ്ഞുകൊണ്ട് ദുആ ചെയ്യണേ എന്നും മജ്ലിസ് ഇടുമ്പോൾ കമന്റിൽ എഴുതി അറിയിക്കുന്ന ധാരാളം ആളുകളുണ്ട്. സ്ഥിരമായി ഞാൻ ഒഴിവ് കിട്ടുന്നതനുസരിച്ച് ഞാൻ കമന്റ് വായിക്കാറുണ്ട്. അപ്പോൾ കുറേ ആളുകൾ ധാരാളം ദുആ വസിയത്തുകളാണ്. അർഹമുർ റഹീമീനായ അല്ലാഹ് നീ സ്വീകരിക്കണേ അല്ലാഹ്. എന്ത് മുറാദുകൾ പറഞ്ഞിട്ടാണ് അവർ ദുആ വസിയത്തുകൾ ചെയ്ത്. അല്ലാഹ് നീ സ്വീകരിക്കണേ അല്ലാഹ്, നീ കബൂൽ ചെയ്യണേ അല്ലാഹ്, നീ കബൂലാക്കണേ തമ്പുരാനേ. ഇൻഷാ അല്ലാഹ് നമുക്ക് ദുആ ചെയ്യാം. നമ്മൾ ചൊല്ലിയ ദിക്റിന് അല്ലാഹ് നീ സ്വീകരിക്കണേ അല്ലാഹ്. നമ്മൾ ചെയ്യുന്ന ഓരോരോ അമലുകളെ നീ സ്വീകരിക്കണേ അല്ലാഹ്. ഈ മജ്ലിസിനെ കബൂൽ ചെയ്യണേ അല്ലാഹ്, നീ സ്വീകരിക്കണേ തമ്പുരാൻ. എല്ലാവരും ആത്മാർത്ഥമായിട്ട് ഇഖ്ലാസോട് കൂടിയിട്ട് ആമീൻ പറയാം. അല്ലാഹ് നീ സ്വീകരിക്കണേ, ഞങ്ങളെ ദുആ നീ സ്വീകരിക്കണേ തമ്പുരാൻ. ആമീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. حمدا يوافي نعمه ويكافئ مزيدا. اللهم صل على سيدنا محمد الفاتح لما علق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. يا رحمن يا الله، يا ملك يا الله، يا قدوس يا الله، يا سلام يا الله، يا مؤمن يا الله، يا معيمن يا الله، يا عزيز يا الله، يا جبار يا الله، يا متكبر يا الله، يا خالق يا الله، يا رافع يا الله، يا مذل يا الله، يا سميع يا الله، يا ذا الجلال والإكرام يا الله، يا ذا الجلال والإكرام يا الله، يا ذا الجلال والإكرام يا الله. حسبنا الله ونعم الوكيل، نعم المولى ونعم النصير. حسبنا الله ونعم الوكيل، نعم المولى ونعم النصير. حسبنا الله ونعم الوكيل، نعم المولى ونعم النصير. يا ودود يا ودود يا ودود يا الله. أرحم الراحمين يا രാജാതിരാജനായ മലിക്കുൽ ജബ്ബാറായ മാലിക്കുൽ മുലൂക്കായ അല്ലാഹ്, ഞങ്ങളെ ദുആ നീ സ്വീകരിക്കണേ അല്ലാഹ്, നീ കബൂലാക്കണേ അല്ലാഹ്. അടിമകളായ ഞങ്ങൾ യജമാനനായ നിന്നിലേക്ക് ഉയർത്തുന്ന കരങ്ങളെ നീ ഹൈബാക്കി തട്ടിക്കളയല്ലേ അല്ലാഹ്, നീ ഹൈബാക്കി തട്ടിക്കളയല്ലേ അല്ലാഹ്, നീ ഹൈബാക്കി തട്ടിക്കളയല്ലേ തമ്പുരാനെ. റഹ്മുർ റഹീമീനായ അല്ലാഹ്, ഞങ്ങൾ മരിക്കുന്ന സമയത്ത് ഈമാൻ കാമിലാക്കണേ അല്ലാഹ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതുപോലെ നെറ്റിത്തടം വിയർത്ത് പുഞ്ചിരി തൂകി മരിക്കുന്ന മുത്തഖീങ്ങളിൽ ഞങ്ങളെ പെടുത്തണേ അല്ലാഹ്, ഞങ്ങളെ പെടുത്തണേ അല്ലാഹ്. ആഖിറ വിജയികളിൽ ഞങ്ങളെ ചേർക്കണേ അല്ലാഹ്, ആഖിറ വിജയികളിൽ ഞങ്ങളെ ചേർക്കണേ അല്ലാഹ്. ദുനിയാവിലും ആഖിറത്തിലും ഞങ്ങൾക്ക് പരാജയം നീ നൽകല്ലേ അല്ലാഹ്, വിജയം നീ നൽകണേ അല്ലാഹ്, വിജയം നീ നൽകണേ തമ്പുരാനെ. അർഹമുർ റഹീമീനായ അല്ലാഹ്, ഞങ്ങളെ മജ്ലിസ് കാണുന്ന ധാരാളം
ആളുകൾക്ക് ധാരാളം മുറാദുകളുണ്ട് അല്ലാഹ്. നീ ഹാസിലാക്കണേ അല്ലാഹ്, നീ കബൂലാക്കണേ അല്ലാഹ്. ധാരാളം ആളുകൾ ദുആ വസിയ്യത്ത് ചെയ്തവരുണ്ട് അല്ലാഹ്. ധാരാളം ചെറുതും വലുതുമായ മുറാദുകൾ പറഞ്ഞുകൊണ്ട് ദുആ വസിയ്യത്ത് ചെയ്തവരുണ്ട് അല്ലാഹ്. അല്ലാഹ് എന്താണ് അവരുടെ മുറാദുകൾ അല്ലാഹ് നീ ഹാസിലാക്കണേ അല്ലാഹ്. നിനക്കറിയാമല്ലോ അല്ലാഹ്, ഞാനിവിടെ എണ്ണി പറയാതെ തന്നെ നിനക്കറിയാമല്ലോ അല്ലാഹ്. നീ കബൂലാക്കണേ അല്ലാഹ്, നീ സ്വീകരിക്കണേ അല്ലാഹ്, നീ ഹാസിലാക്കണേ തമ്പുരാനെ. അല്ലാഹ് ഞങ്ങളെ മജ്ലിസ് കാണുന്ന ധാരാളം ആളുകൾ രോഗികളാണ് അല്ലാഹ്. രോഗശമനം നീ നൽകണേ അല്ലാഹ്, നീ നൽകണേ അല്ലാഹ്. മാരകമായ ട്യൂമർ, ക്യാൻസർ, അറ്റാക്ക് പോലുള്ള രോഗങ്ങളല്ലാ ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാഹ്. ഞങ്ങളെ ശരീരത്തെയും ഞങ്ങളെ സമ്പത്തിനെയും ഒരുപോലെ കാർന്നു നിന്ന അത്തരം അസുഖങ്ങൾ ഞങ്ങളെ ജീവിതത്തിൽ നീ നൽകല്ലേ അല്ലാഹ്, നീ നൽകല്ലേ തമ്പുരാനെ. മൂത്രത്തിന് പൈപ്പിട്ട് ഭക്ഷണത്തിന് പൈപ്പിട്ട് ഒരു മൂലയിൽ കെടുത്തുന്ന അസുഖങ്ങൾ അല്ലാഹ് ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാഹ്. അത്തരം അസുഖങ്ങൾ തന്ന് ഞങ്ങളെ പരീക്ഷിക്കല്ലേ അല്ലാഹ്, നീ പരീക്ഷിക്കല്ലേ തമ്പുരാനെ. ഈ ഉമ്മയൊന്ന് മരിച്ചു കിട്ടിയാൽ മതിയായിരുന്നു, ഈ ഉപ്പയൊന്ന് മരിച്ചു കിട്ടിയാൽ മതിയായിരുന്നു മക്കള് പറയുന്ന അവസ്ഥയിൽ ഞങ്ങളെ കെടുത്തല്ലേ അല്ലാഹ്, ഞങ്ങളെ കെടുത്തല്ലേ അല്ലാഹ്, ഞങ്ങളെ കെടുത്തല്ലേ അല്ലാഹ്. അല്ലാഹ് മരണം ഹൈറാകുന്ന സമയത്ത് ഈമാനോടുകൂടി ഞങ്ങളെ മൗത്താക്കണേ അല്ലാഹ്, ഞങ്ങളെ മരിപ്പിക്കണേ അല്ലാഹ്, ഞങ്ങളെ മരിപ്പിക്കണേ അല്ലാഹ്. ഞങ്ങൾ വാഹനങ്ങളിൽ സഞ്ചരിക്കുന്നവരാണ് അല്ലാഹ്. ആക്സിഡന്റ്, അപകട മരണങ്ങൾ അല്ലാഹ് ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാഹ്. നടുറോട്ടിൽ നിന്ന് പെറുക്കിയെടുത്ത് പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന മയ്യത്താക്കി ഞങ്ങളെ മയ്യത്തിനെ മാറ്റല്ലേ അല്ലാഹ്, ഞങ്ങളെ മയ്യത്തിനെ മാറ്റല്ലേ അല്ലാഹ്. അർഹമുർ റഹീമീനായ അല്ലാഹ് ധാരാളം പ്രവാസികൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാഹ്. പ്രവാസ ജീവിതം ഒരു പ്രയാസകരമാക്കല്ലേ അല്ലാഹ്. ഇഖാമ ശരിയായിട്ടില്ല തങ്ങളെ, തനാസുൽ മാറിയിട്ടില്ല തങ്ങളെ എന്ന് പറഞ്ഞുകൊണ്ട് പരാതികൾ പറയുന്ന ആളുകളുണ്ട് അല്ലാഹ്, പ്രയാസങ്ങൾ പറയുന്ന ആളുകളുണ്ട് അല്ലാഹ്, ബുദ്ധിമുട്ടുകൾ പറയുന്ന ആളുകളുണ്ട് അല്ലാഹ്, ജോലിയിലെ ഇടങ്ങേറുകൾ പറയുന്ന ആളുകളുണ്ട് അല്ലാഹ്, സാലറിയിലെ വർധനവിന് വേണ്ടി ദുആ ചെയ്യാൻ വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാഹ്. അല്ലാഹ് എല്ലാതും നീ ഖൈറിലാക്കണേ അല്ലാഹ്. ജോലിയിൽ ബർക്കത്ത് കൊടുക്കണേ അല്ലാഹ്, ബിസിനസ്സിൽ ഖൈർ കൊടുക്കണേ അല്ലാഹ്. ഖത്തറിലുള്ള ഞങ്ങളെ സുഹൃത്തുക്കൾ, ഞങ്ങളെ കൂടപ്പിറപ്പുകൾ അല്ലാഹ്, അവരെ ബിസിനസ്സിൽ നീ അഭിവൃദ്ധി കൊടുക്കണേ അല്ലാഹ്, അവരെ ജോലിയിൽ നീ ബർക്കത്ത് കൊടുക്കണേ അല്ലാഹ്, അവരെ സകലമാന കാര്യങ്ങളിൽ നീ ഖൈർ പ്രദാനം ചെയ്യണേ അല്ലാഹ്. ഞങ്ങൾ അതിരറ്റ് സ്നേഹിക്കുന്നവരാണ് അല്ലാഹ്, യതീം മക്കളെ സംരക്ഷിക്കുന്നവരാണ് അല്ലാഹ്. നീ ഒരു നിലക്കും കൊയക്കല്ലേ അല്ലാഹ്, നീ തളർത്തല്ലേ അല്ലാഹ്. അർഹമുർ റഹീമീനായ അല്ലാഹ് അതുപോലെ ഞങ്ങളെ ധാരാളം ദിക്കുകളിൽ നിന്ന് ഞങ്ങളെ മജ്ലിസ് കാണുന്നവരുണ്ട് അല്ലാഹ്. അർഹമുർ റഹീമീനായ അല്ലാഹ് അവരെ കൊയക്കല്ലേ അല്ലാഹ്, അവരെ തളർത്തല്ലേ അല്ലാഹ്, അവർക്ക് ബുദ്ധിമുട്ടുകൾ കൊടുക്കല്ലേ അല്ലാഹ്, അവർക്ക് ഇടങ്ങേറുകൾ കൊടുക്കല്ലേ അല്ലാഹ്. തങ്ങളുപ്പാന്റെ മജ്ലിസാണെന്ന് പറഞ്ഞ് ഹൃദയത്തോട് ചേർത്ത് വെക്കുന്നവരുണ്ട് അല്ലാഹ്, അവർക്ക് പരാജയം കൊടുക്കല്ലേ അല്ലാഹ്. എന്ത് ഉദ്ദേശം കണ്ടിട്ടാണോ ഈ മജ്ലിസ് കാണുന്നത് അല്ലാഹ്, നീ അവരുടെ ഉദ്ദേശങ്ങൾ നീ കബൂലാക്കണേ അല്ലാഹ്, നീ സ്വീകരിക്കണേ അല്ലാഹ്, നീ റാഹത്തിലാക്കി കൊടുക്കണേ തമ്പുരാനെ. അർഹമുർ റഹീമീനായ അല്ലാഹ് ഞങ്ങളെ നീ തളർത്തല്ലേ അല്ലാഹ്, ഞങ്ങൾക്ക് പരാജയം നീ നൽകല്ലേ അല്ലാഹ്. ആരെ മുമ്പിൽ പോയും കൈ നീട്ടേണ്ട അവസ്ഥ ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാഹ്. അല്ലാഹ് ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാഹ്, ഒരു നിലക്കും ഞങ്ങളെ തളർത്തല്ലേ അല്ലാഹ്. അല്ലാഹ് സാഹിരീങ്ങളെ സിഹ്റിനെ തൊട്ട് ഞങ്ങളെ കാക്കണേ അല്ലാഹ്, മാക്കിരീങ്ങളെ മക്കറിനെ തൊട്ട് കാക്കണേ അല്ലാഹ്, ഫത്താനീങ്ങളെ ഫിത്നയെ തൊട്ട് കാക്കണേ അല്ലാഹ്, ളോലിമീങ്ങളെ ളുൽമിനെ തൊട്ട് കാക്കണേ അല്ലാഹ്, ഐനീങ്ങളെ ഐനിനെ തൊട്ട് കാക്കണേ അല്ലാഹ്. അർഹമുർ റഹീമീനായ അല്ലാഹ് ഞങ്ങളെ മജ്ലിസ് കാണുന്നവർ ധാരാളം ബുദ്ധിമുട്ടിലാണ് അല്ലാഹ്, അല്ലാഹ് അവരുടെ ബുദ്ധിമുട്ട് മാറ്റി കൊടുക്കണേ അല്ലാഹ്. നിരന്തരം ഫോണുകൾ ചെയ്യുമ്പോൾ തങ്ങളെ വലിയ പ്രയാസത്തിലാണ്,
വലിയ ദുഃഖത്തിലാണ്, വലിയ ഇടങ്ങേറിലാണെന്ന് പറയുന്നവരുണ്ട്. അല്ലാഹ് നിനക്കറിയാമല്ലോ അവരെന്ത് പ്രയാസമാണ് അനുഭവിക്കുന്നത്. അല്ലാഹ് നീ കാണുന്നുണ്ടല്ലോ. അല്ലാഹുവേ, നീ മാറ്റി കൊടുക്കണേ അല്ലാ. അവർക്ക് സലാമത്ത് കൊടുക്കണേ അല്ലാ. അവർക്ക് റാഹത്ത് കൊടുക്കണേ അല്ലാ. ഒരു നിലക്കും അവരെ പരീക്ഷിക്കല്ലേ അല്ലാ. ഞങ്ങളെ മജ്ലിസ് കാണുന്നവരെ പരീക്ഷിക്കല്ലേ അല്ലാ. പരീക്ഷിക്കല്ലേ അല്ലാ. പരീക്ഷിക്കല്ലേ അല്ലാ. ഞങ്ങളെ ഉപ്പാപ്പമാരുടെ കാവൽ അവരെ ജീവിതത്തിലുടനീളം നീ നൽകണേ അല്ലാ. നീ നൽകണേ അല്ലാ. നീ നൽകണേ അല്ലാ. നീ നൽകണേ അല്ലാ. ഭർത്താക്കന്മാരുടെ കാര്യം പറഞ്ഞ് പൊട്ടിക്കരഞ്ഞ് പറയുന്നവരുണ്ട്. അല്ലാഹു എന്ത് പ്രയാസമാണെങ്കിലും നീ മാറ്റി കൊടുക്കണേ അല്ലാ. ഭർത്താവിന് ഹൈറായ ജോലി നീ കൊടുക്കണേ അല്ലാ. കൊടുത്തനുഗ്രഹിക്കണേ അല്ലാ. മക്കളെ കാര്യങ്ങൾ പറഞ്ഞ് പൊട്ടിക്കരഞ്ഞ് ശനിയാഴ്ചയും തിങ്കളാഴ്ചയും സമീപിക്കുന്ന ആളുകളുണ്ട്. എന്ത് വിഷമമാണെങ്കിലും എന്ത് പ്രയാസമാണെങ്കിലും നീ മാറ്റി കൊടുക്കണേ അല്ലാ. അവർക്ക് റാഹത്ത് പ്രദാനം ചെയ്യണേ അല്ലാ. മക്കളുടെ കാര്യം പറഞ്ഞ് പ്രയാസപ്പെടുന്നവരല്ലോ സ്വാലിഹീങ്ങളാക്കണേ അല്ലാ. മക്കളെ സ്വാലിഹീങ്ങൾ ഉൾപ്പെടുത്തണേ അല്ലാ. നീ സ്വാലിഹീങ്ങളാക്കണേ അല്ലാ. റൗഡികളും തമ്മാടികളും ആക്കല്ലേ അല്ലാ. നാട്ടിനും നാട്ടുകാർക്കും വീട്ടുകാർക്കും കുടുംബത്തിന് ഉപകരിക്കുന്ന നല്ല പൊന്നു മക്കളാക്കണേ അല്ലാ. നീ മക്കളാക്കണേ തമ്പുരാനെ. അർഹമുർ റഹീമീനായ അല്ലാ. വീടില്ല തങ്ങളെ മജ്ലിസിൽ ദുആ ചെയ്യണമെന്ന് പറഞ്ഞവരുണ്ട്. അല്ലാ, ഒരു ഹൈറായ ഒരു മസ്കന്, ഒരു ഭവനം അവർക്ക് കൊടുത്ത് അനുഗ്രഹിക്കണേ അല്ലാ. നീ കൊടുത്ത് അനുഗ്രഹിക്കണേ തമ്പുരാനെ. കടമുണ്ട് തങ്ങളെ ദുആ ചെയ്യണമെന്ന് പറഞ്ഞവരുണ്ട്. അല്ലാ, കടം വീട്ടാനുള്ള മാർഗം നീ എളുപ്പമാക്കണേ അല്ലാ. ഷഹീദിന് പോലും പൊറുക്കാത്ത കടം തന്ന് ഞങ്ങളെ മൗത്താക്കല്ലേ അല്ലാ. നീ മൗത്താക്കല്ലേ അല്ലാ. മരിക്കുന്നതിന് മുമ്പ് റൗള ഞങ്ങളെ കാണിക്കണേ അല്ലാ. ഞങ്ങളെ കണ്ണുകൊണ്ട് കാണിക്കണേ അല്ലാ. പാപം പതിഞ്ഞ പാദം മത്താഫിലൊന്ന് നിർത്തി ദുഃഖദോഷ ഭാണ്ഡക്കെട്ടുകൾ അവിടെ ഇറക്കി വെച്ച് കണ്ണിറയെ കഅബ കണ്ട് കഅബയുടെ കില്ല പിടിച്ച് അല്ലാഹ് ഞങ്ങളെ ദുആ ചെയ്യാൻ ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണേ അല്ലാ. ദുആ ചെയ്യാൻ ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണേ അല്ലാ. ഞങ്ങളെ പ്രയാസങ്ങളും ഞങ്ങളെ വിഷമങ്ങളും അവിടെ ഇറക്കി വെക്കാൻ അല്ലാഹ് ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണേ അല്ലാ. നീ ഭാഗ്യം നൽകണേ അല്ലാ. നീ ഭാഗ്യം നൽകണേ അല്ലാ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ റൗള ശരീഫിലേക്ക് ഒന്ന് ചെന്ന് അസ്സലാമു അലൈക്കും യാ റസൂലുള്ളാഹ് എന്ന് പൊട്ടിക്കരഞ്ഞ് സലാം പറയാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാ. ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണേ അല്ലാ. ഉമ്മ പറ്റ കൽബ് പോലെ തിരിച്ചു വരാൻ ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണേ അല്ലാ. നീ നൽകണേ അല്ലാ. നീ നൽകണേ തമ്പുരാനെ. അർഹമുർ റഹീമീനായ അല്ലാ, ഞങ്ങളെ നീ പരാജയപ്പെടുത്തല്ലേ അല്ലാ. ഞങ്ങൾക്ക് നീ ദുഃഖങ്ങൾ നൽകല്ലേ അല്ലാ. വിഷമങ്ങൾ നൽകല്ലേ അല്ലാ. അല്ലാഹ് ഒരു പ്രയാസവും ഒരു ഇടങ്ങേറുകളും ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാ. നീ നൽകല്ലേ തമ്പുരാനെ. റഹീമീനായ അല്ലാ, ഞങ്ങളെ സയ്യിദിയം മജ്ലിസ് കാണുന്ന ധാരാളം ആളുകൾ ഇന്ന് ഖബറിലാണ് അല്ലാ. ഞങ്ങൾ ധാരാളം ആളുകൾ മൗത്തായി പോയി അല്ലാ. ഖബറിടം നീ റാഹത്തിലാക്കണേ അല്ലാ. സ്വർഗ സന്തോഷപൂരിതമാക്കണേ അല്ലാ. ഒരു സ്വർഗത്തിൽ നിന്നൊരു കവാടം അല്ലാഹ് ആ ഖബറിലേക്ക് നീ തുറന്നിട്ട് കൊടുക്കണേ അല്ലാ. നീ തുറന്നിട്ട് കൊടുക്കണേ അല്ലാ. 10 മാസം നൊന്ത് പ്രസവിച്ച് മാറോടണച്ചമ്മിഞ്ഞ പാല് തന്ന പൊന്നാര പൊന്നുമ്മ ഇന്ന് ഖബറിലാണ് അല്ലാ. ഉമ്മാക്ക് പുറത്തു കൊടുക്കണേ അല്ലാ. ഉമ്മാക്ക് പുറത്തു കൊടുക്കണേ അല്ലാ. ഉമ്മാന്റെ ഖബർ കണ്ണെത്താ ദൂരത്തോളം നീ വിശാല നൽകണേ അല്ലാ. നീ വിശാല നൽകണേ അല്ലാ. ഉമ്മ ചെയ്ത എല്ലാ നന്മകളും ഖബറിൽ നീ കൂട്ടാളിയാക്കണേ അല്ലാ. ഖബറിൽ കൂട്ടാളിയാക്കണേ അല്ലാ. ഞങ്ങൾ ഈ നിലയാവാൻ വേണ്ടി മെഴുകുതിരി ഉരുകി തീർന്നത് പോലെ ഉരുകി തീർന്ന പൊന്നാര പൊന്നുപ്പ ഇന്ന് ഖബറിലാണ് അല്ലാ. ഉപ്പാക്ക് പുറത്തു കൊടുക്കണേ അല്ലാ. ഉപ്പാന്റെ ഖബർ കണ്ണെത്താ ദൂരത്തോളം നീ വിശാല നൽകണേ അല്ലാ. നീ നൽകണേ അല്ലാ. മഅ്ഫിറത്ത് നീ നൽകണേ അല്ലാ. നീ നൽകണേ തമ്പുരാനെ. അർഹമുർ റഹീമീനായ അല്ലാ, ഇന്നല്ല
അല്ലെങ്കിൽ നാളെ ഞങ്ങളും മരണപ്പെടുമല്ലോ. അല്ലാഹു ഞങ്ങളെ വീടിന്റെ മരപ്പടിയിൽ ഉണക്കക്കട്ടിൽ ഞങ്ങളെ മലർത്തി അങ്ങ് കെടുത്തുമല്ലോ. ഈ താടി തലയിലേക്ക് കെട്ടപ്പെടും, മൂക്കിൽ പഞ്ഞി തിരുകപ്പെടുമല്ലോ. ആ സമയത്ത് മുഖത്തീമാനിന്റെ പ്രഭ നൽകണേ അല്ലോ, മുഖത്തീമാനിന്റെ പ്രഭ നൽകണേ അല്ലോ, മുഖത്തീമാനിന്റെ പ്രഭ നൽകണേ അല്ലോ. ഞങ്ങളെ ജനാസയും ചുമന്നു വഴിയോരങ്ങളിലൂടെ കൊണ്ടുപോകുന്ന സമയത്ത് ഖദ്ദിമൂനി ഖദ്ദിമൂനി എന്ന് പറയുന്ന ജനാസകളിൽ ഞങ്ങളെ ജനാസയെ ഉൾപ്പെടുത്തണേ അല്ലോ, നീ ഉൾപ്പെടുത്തണേ അല്ലോ. അവരൊക്കെ മുന്നിട്ട് ഞങ്ങളെ ഖബറിലേക്ക് അങ്ങ് ഇറക്കി വെക്കുമല്ലോ. ഖബറിൽ രക്ഷ നൽകണേ അല്ലോ. ഖബറിൽ നിന്റെ മാലാക്കന്മാരുടെ സഹായം ഖബറിൽ നീ നൽകണേ അല്ലോ, നീ നൽകണേ അല്ലോ. നിന്റെ സ്വർഗം ഞങ്ങൾക്ക് അവകാശമില്ല അല്ലോ, നീ ഔദാര്യം കൊണ്ട് ഞങ്ങൾക്ക് നീ നൽകണേ അല്ലോ, നീ നൽകണേ അല്ലോ. ബിസ്മില്ലാഹിൽ റഹ്മാനിർ റഹീം. മിൻ സവാലിൽ ഈമാൻ വമിൻ ശർരിശ് ശൈത്താൻ വമിൻ ദുൽമി സുൽത്താൻ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബൻ നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. നമ്മളെപ്പോഴും പറയുന്നത് പോലെ നമ്മളെ മജ്ലിസ് കഴിഞ്ഞാൽ ഒരു പോസ്റ്റർ നിങ്ങൾക്ക് കാണും. മജ്ലിസിൻ്റെ കീഴിൽ ഒരു ഉംറ സർവീസ് ഇൻഷാ അല്ലാഹ് നടത്തുന്നുണ്ട്. ആഗ്രഹമുള്ള ആളുകൾ, ധാരാളം ആളുകൾക്ക് ആഗ്രഹമാണ് ആ റൗള ഷരീഫിലേക്ക് ചെന്നെത്താൻ. അതിനുവേണ്ടി ധാരാളം സ്വലാത്തുകൾ ചൊല്ലിയ ആളുകൾ പറയുന്നതാണ്, തങ്ങളെ എൻ്റെ അടുത്തൊന്നുമില്ല, സ്വലാത്ത് മാത്രമാണുള്ളത്. ഇൻഷാ അല്ലാഹ് ഇൻഷാ അല്ലാഹ് ഇൻഷാ അല്ലാഹ് എത്താൻ ആഗ്രഹമുള്ള ആളുകൾ, ആഗ്രഹിക്കുന്ന ആളുകൾ അതിലുള്ള നമ്പറുമായി ബന്ധപ്പെടുക. എല്ലാം കൊണ്ട് നിങ്ങൾക്ക് സൗകര്യമാണ്. നമ്മൾ അറിയുന്ന ആളുകളുണ്ടാകും, നമ്മുമായി ബന്ധപ്പെടുന്ന ആളുകളുണ്ടാകും. ഈ മജ്ലിസിന്റെ കീഴിൽ എൻ്റെ നേതൃത്വത്തിൽ ഇൻഷാ അല്ലാഹ് ആ റൗള ഷരീഫിലേക്കൊന്ന് ചെന്ന് കഅബയുടെ കില്ല പിടിച്ച് നമുക്ക് ദുആ ചെയ്യണ്ടേ? നമ്മുടെ നീറുന്ന പ്രയാസങ്ങൾ പറഞ്ഞുകൊണ്ട്, സങ്കട കണ്ണീരുകൾ പറഞ്ഞുകൊണ്ട് നമുക്ക് ദുആ ചെയ്യണം. കൂട്ടമായി നമുക്ക് ദുആ ചെയ്യണം. ആഗ്രഹമുള്ള ആളുകൾ ആ നമ്പറുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാം കൊണ്ട് നിങ്ങൾക്ക് സൗകര്യമാണ്. സാമ്പത്തികമായിട്ടും എല്ലാ സൗകര്യം കൊണ്ടും, റൂം സൗകര്യം കൊണ്ടും, അവിടെയുള്ള എല്ലാ സൗകര്യം കൊണ്ടും ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് ഹൈറായ രീതിയിലാണ് സർവീസ് നടത്തുന്നത്. നമ്മുമായി ബന്ധപ്പെടുന്ന ആളുകൾ, നമ്മുടെ കുടുംബത്തിലുള്ള ആളുകൾ, ആഗ്രഹിക്കുന്ന ആളുകൾ ഇൻഷാ അല്ലാഹ് നിങ്ങൾ ബന്ധപ്പെടുത്തി കൊടുക്കുക. അവിടെ എത്താൻ, അവിടെ എത്തി മഖ്ബൂലും മബ്റൂറും മർളിയുമായ ഉംറയും സിയാറത്തും നിർവഹിക്കാൻ അല്ലാഹ് ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണേ അല്ലാഹ്, നീ ഭാഗ്യം നൽകണേ അല്ലാഹ്. ഇൻഷാ അല്ലാഹ് ഒരു സന്ദർഭോചിതമായി ഒന്ന് ഉണർത്തിയെന്ന് മാത്രം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.